പ്രിൻറ്റു, നിരവധി തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർത്തുന്നു. കേന്ദ്ര ഭരണത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് പല വിധത്തിലും വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും ഒക്കെ ഇകഴ്ത്താൻ ശ്രമിക്കുന്നു. രാജ്യത്താകമാനം ബി ജെ പിക്ക് മേലുള്ള ആരോപണങ്ങളാണ്. അതിൻ്റെ മൂർത്തിമത് ഭാവത്തിൻ്റെ വിജയമാണ് യഥാർത്ഥത്തിൽ ദില്ലിയിലുള്ളത് എന്നാണ് നേരത്തെ ആം ആദ്മി പാർട്ടി നേതാവ് പ്രതികരിച്ചത്. പ്രിൻറ്റു, അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 27 വർഷത്തിന് ശേഷം ഇന്ദ്രപ്രസ്ഥത്തിൽ ബി ജെ പി വരുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം പകരുന്ന ഒരു കാഴ്ചയാണ്. ഡൽഹിയിൽ ബി ജെ പിയുടെ വിജയം എന്ന് പറയുന്നത് അരവിന്ദ് കെജ്രിവാളും അതോടൊപ്പം അദ്ദേഹത്തിന്റെ പ്രസ്ഥാനവും നടത്തിയിട്ടുള്ള അഴിമതിക്കെതിരെയുള്ള പോരാട്ടമായിരുന്നു. ആ പോരാട്ടത്തിന് ജനങ്ങൾ നൽകിയിട്ടുള്ള ഫലമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള കുപ്രചരണം നടത്തിക്കൊണ്ടല്ല ഡൽഹിയിൽ ബി ജെ പി വിജയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 10 വർഷമായി നമുക്കറിയാം അഴിമതിക്കെതിരെ വലിയ പോരാട്ടങ്ങൾ നയിച്ച് അങ്ങ് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പോരാട്ടങ്ങൾ നടത്തി അവസാനം അഴിമതി കേസിൽ ജയിലിലായി പോയിട്ട് മുഖംമൂടി നഷ്ടപ്പെട്ട കെജ്രിവാൾ, ആ കെജ്രിവാളിന്റെ ഗിമിക്കുകളെ ഒക്കെ തന്നെ ഡൽഹി ജനത തൂത്തെറിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പറയാനാവില്ല. കാരണം രണ്ട് തവണ തുടർച്ചയായി ഭരിക്കുന്നു. എന്നിട്ട് പോലും അവരുടെ ബേസ് ഇല്ലാതാകുന്നില്ല. അവിടെ ബി ജെ പിയെ പോലെ കേന്ദ്ര ഭരണത്തിൻ്റെ മുഴുവൻ ഹുങ്കും ബി ജെ പിക്കുണ്ടായിട്ടും അവിടെ ആം ആദ്മി പാർട്ടിയെ എന്ന പുതിയ പാർട്ടിയെ തളർത്താൻ ബി ജെ പിക്കായില്ല. 27 സീറ്റുകളുമായി തൊട്ട് പിന്നിലുണ്ട്. 43 ലീഡ് നിങ്ങൾക്കുണ്ടായിരിക്കാം. പക്ഷേ 27 ഇടങ്ങളിൽ ശക്തമായ ഒരു നില തന്നെയാണ്, ശക്തമായ ബേസ് തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത്. അല്ല, തീർച്ചയായും അവസാനത്തെ നമ്മൾ ഫൈനൽ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് 50+ ബി ജെ പി സീറ്റിലേക്ക് വരുമെന്നതാണ് ഞങ്ങളുടെ ഒരു ഉറപ്പ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഫാക്ടർ, നിങ്ങൾ നോക്കൂ, കോൺഗ്രസ് ഫാക്ടർ ഇതിനകത്ത് കൃത്യമായിട്ട് പ്രവർത്തിച്ചില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോഴും വോട്ടിംഗ് പേഴ്സന്റേജ് 6% കോൺഗ്രസ് നിൽക്കുന്നത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 22% വോട്ടിംഗ് പേഴ്സന്റേജ് കിട്ടിയതാണ്. 6% നിയമസഭ നോക്കൂ. നിയമസഭയിൽ നോക്കുന്ന സമയത്ത് 9.65 ആയിരുന്നു 2015. പിന്നെ 11.2% ആയിരുന്നു 2020. അപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പോഴും 6% നിൽക്കുന്നത് കോൺഗ്രസ് യാതൊരു തരത്തിലുള്ള മുന്നേറ്റവും നടത്തിയിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് വോട്ട് ഷിഫ്റ്റ് സ്വാഭാവികമായിട്ട് കോൺഗ്രസിന്റെ ഒരു പൊതു ട്രഡീഷണൽ വോട്ട് ബാങ്ക് ആം ആദ്മി പാർട്ടിക്ക് പോയിട്ടുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് ശരിയല്ല, അതിനകത്ത് വസ്തുതാപരമായ പിഴവുണ്ട്. നമുക്കത് നോക്കാം, അത് പരിശോധിക്കാം. അപ്പൊ സ്വാഭാവികമായിട്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കെജ്രിവാളിൽ നടത്തുന്ന അഴിമതിക്കെതിരെ പോരാട്ടം, കെജ്രിവാൾ ബി ജെ പി മാത്രമല്ല, അദ്ദേഹത്തിന്റെ തന്നെ എം പിമാര്, അദ്ദേഹത്തിന്റെ MLA മാർ അവസാന നിമിഷം ഈ ഒരു മുങ്ങുന്ന കപ്പലാണ് ആം ആദ്മി പാർട്ടി എന്നും ജനങ്ങളെ വഞ്ചിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും ഈ ആം ആദ്മി പാർട്ടിയിൽ രാജിവെച്ച് ബി ജെ പിയിലേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ അവിടുത്തെ സാമുദായികവും അതോടൊപ്പം തന്നെ നമുക്കറിയാം വ്യത്യസ്തമായിട്ടുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വിവിധ ജനവിഭാഗങ്ങൾ കുടിയേറി പാർക്കുന്ന ഒരു പ്രദേശമാണ് ഡൽഹി. അവർക്കിടയിൽ കൃത്യമായിട്ടുള്ള ബി ജെ പിയുടെ പ്രവർത്തനം നടന്നിട്ടുണ്ട്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഇലക്ഷൻ പ്രവർത്തനമാണ് ബി ജെ പി നടത്തിയിട്ടുള്ളത്. ഒന്ന്, കെജ്രിവാളിന്റെ അഴിമതി പുറത്തേക്ക് കൊണ്ടുവരുന്നതോടൊപ്പം തന്നെ സർവ്വസാധാരണ ജനങ്ങൾക്കിടയിലേക്ക് കെജ്രിവാളിന്റെ അഴിമതിയും ഡൽഹിയുടെ വികസന മുരടിപ്പും എത്തിക്കാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ നോക്കൂ, ഒരു 30 വർഷമായി, 15 വർഷം ഷീലാ ദീക്ഷിതിന്റെ ഭരണവും 15 വർഷത്തെ ആം ആദ്മി പാർട്ടിയുടെ ഭരണവും സത്യത്തിൽ ഡൽഹിയെ വികസന മുരടിപ്പിലേക്കാണ് നയിച്ചിട്ടുള്ളത്. അപ്പൊ വ്യാവസായികമായിട്ട് ഒരു പക്ഷേ ലോകത്തിൽ തന്നെ മാതൃകയാവുന്ന ന്യൂയോർക്കിനെ പോലെ, ടോക്കിയെ പോലെ ആകേണ്ട ഒരു നഗരമായിരുന്നു ഡൽഹി. പക്ഷെ വ്യാവസായികമായിട്ടുള്ള മുരടിപ്പ് അവിടെയുണ്ട്, മാലിന്യ പ്രശ്നങ്ങൾ അവിടെയുണ്ട്, തൊഴിൽ രാഹിത്യത്തിന്റെ പ്രശ്നങ്ങൾ അവിടെയുണ്ട്, യുവജനങ്ങളുടെ തൊഴിലില്ലാത്ത വലിയ ബേസ് ആയിരുന്നു അവിടെ. ആ ജനത ബി ജെ പിയെ തൂത്തെറിഞ്ഞിട്ട് പുതിയ പാർട്ടികളെ സ്വീകരിക്കുന്ന ഒരു ഘട്ടം എത്തിയത് ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും ഒക്കെ വീഴ്ചകൾ തന്നെയാണ്. അല്ലാതെ ഇന്ന് 2014 ശേഷമോ അല്ലെങ്കിൽ 2020 ശേഷമോ അല്ലല്ലോ ഇന്ത്യയും ദില്ലിയും ഒന്നും ഉണ്ടായത്. ഡൽഹിയുടെ ഒരു ഭരണ സംവിധാനത്തിനകത്ത് ബി ജെ പി ഭരിച്ചത് 2 തവണ മാത്രമല്ലേ സാർ? 2 തവണയാണല്ലോ. ഒരു പകുതി തവണ, ഒരു 3 ടൈം, നിങ്ങൾ കൃത്യമായി കണക്ക് 3 ടൈം മാത്രമാണ് ബി ജെ പി ഭരിച്ചിട്ടുള്ളത്. അല്ലാത്ത സമയത്തൊക്കെ കോൺഗ്രസിന്റെ ഉരുക്കുകോട്ടയായിരുന്നു ഡൽഹി. അത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ 15 വർഷമായി ഭരിക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ്. സ്വാഭാവികമായിട്ട് ജനങ്ങളുടെ പ്രതീക്ഷ ബി ജെ പി ആണെന്ന് അവിടെ കൃത്യമായിട്ട് തെളിഞ്ഞിട്ട്. കാരണം കേന്ദ്ര സർക്കാർ അധികാരത്തിലെത്തി 10 വർഷം കൊണ്ട് 65,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഡൽഹിയിൽ നടത്തിയിട്ടുള്ളത്. ആ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് അംഗീകാരം കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ സാമുദായിക അല്ലെങ്കിൽ വിവിധ ജനവിഭാഗങ്ങൾക്കിടയിൽ ബി ജെ പി കൃത്യമായിട്ടുള്ള ഡോർ ടു ഡോർ പ്രവർത്തനം ഈ ഇലക്ഷനകത്ത് നടത്തിയിട്ടുണ്ട്. AI പോലെയുള്ള ആധുനിക സാങ്കേതികം ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ സംഘടനാ സംവിധാനത്തിന്റെ മികവും അതോടൊപ്പം തന്നെ കെജ്രിവാളിന്റെ അഴിമതി, അദ്ദേഹത്തിന് നടത്തിയ അഴിമതി നോക്കൂ, മദ്യനയമായിക്കോട്ടെ, ഇപ്പൊ ഡൽഹിയിലെ മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ കാര്യമായിക്കോട്ടെ. ആം ആദ്മി പാർട്ടിയുള്ള ഒരു MP ആണ് മാലിന്യങ്ങൾ അദ്ദേഹത്തിന്റെ വസതിക്ക് മുമ്പിൽ കൊണ്ടുപോയിടുന്നത്.
അപ്പൊ നോക്കൂ, ഡൽഹിയെ ഈ 10 വർഷം കൊണ്ട് മാലിന്യ കൂമ്പാരങ്ങളാക്കി മാറ്റിയത് ഈ ആം ആദ്മി പാർട്ടിയുടെ ഭരണമാണ്. സ്വാഭാവികമായിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ചില ഗിമിക്കുകൾ ഉണ്ട്. ആ ഗിമിക്കുകൾ കൊണ്ട് നോക്കൂ, ഇന്ന് കേരളം പോലെ ഞാൻ തിരിച്ചെത്താം പ്രിന്റു.